ഹലോ ഗായ്സ്, ഇപ്പോൾ റിവൈവലിസത്തിൻ്റെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ പേര് കേരളം എന്ന് തന്നെ പ്രൊണൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ കേന്ദ്ര സർക്കാരും അതെ, കേരള സർക്കാരും അതെ. ആദ്യം കേരള സർക്കാരാണ് അത് പാസ്സാക്കിയത്. അതിനുശേഷം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും അതിന് നീക്കം നടത്തുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ശ്ലാഘനീയമായ ഒരു നീക്കമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു സ്ഥലത്തിൻ്റെ പേര് അതിൻ്റെ ഓതൻറ്റിസിറ്റിയോടുകൂടി തന്നെ നമ്മൾ പറയണം എന്ന് ഉള്ളൊരു പക്ഷക്കാരിയാണ് ഞാൻ. കേരളത്തിന്റെ പേര് കേരളം എന്ന് തന്നെ പറയണം. കേരള, നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ കേരള എന്ന് വെച്ചിട്ട് സംസാരിക്കാറില്ലല്ലോ, കേരളം എന്ന് തന്നെയല്ലേ പറയുള്ളൂ. അപ്പൊ കേരളത്തിന്റെ ഓതന്റിസിറ്റി മലയാളമാണ്. അപ്പൊ മലയാളത്തിൽ ഉള്ള വാക്ക് തന്നെ ആവണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുപോലെ ഇപ്പോൾ കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, ഇതിങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ആ കറക്റ്റ് ഓതന്റിക് പേരുകൾ തന്നെ. ഇപ്പം തൃശ്ശൂരിന്റെ പേര് ശരിക്കും എന്താണെന്ന് നിങ്ങൾക്കറിയോ? തൃശ്ശിവ പേരൂർ എന്നാണ് ശരിക്കും തൃശ്ശൂരിന്റെ പേര്. ആ പേരും റിവൈവ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഇപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, തൃശ്ശിവ പേരൂർ എന്നായിരുന്നു മലയാളം പേര്. അത് എനിക്ക് തോന്നുന്നു 2005 ശേഷമാണെന്ന് തോന്നുന്നു. 2004 5 മറ്റാണ് UPA ഗവൺമെന്റ് വന്നിട്ടാണ് അത് തൃശ്ശൂർ എന്നാക്കിയത്. തൃശ്ശിവ പേരൂർ എന്ന പേര് തൃശ്ശൂർ എന്നാക്കി. എനിക്ക് അങ്ങനത്തെ നടപടികളിലോട് വലിയ താല്പര്യമില്ല കേട്ടോ. നമ്മുടെ ആ ഒറിജിനൽ പേര് OG നെയിം അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ പല പഴമകളും മൺമറഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള ചെറിയ 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 ഒമിറ്റൻസ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മകൾ കൊണ്ടാണ്. ഇപ്പോൾ സർവൈവ് ചെയ്യാൻ നമുക്ക് ഇംഗ്ലീഷൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം നമുക്ക് നെസസിറ്റിയാണ് നോക്കേണ്ടത്, അല്ലാണ്ട് നമ്മുടെ പഴമയും പാരമ്പര്യവും ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റിയെ പറ്റി കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും പലരും ഉണ്ട്. അപ്പം അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ തർക്കിക്കാറുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഒരാൾ ഭയങ്കര വലിയ കേമനാണെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു കൊളോണിയൽ അടിമത്തത്തിന്റെ ബാക്കി പത്രം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പുതിയൊരു ഭാഷ പഠിക്കുന്നത്, ഇപ്പം ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് പഠിക്കുന്ന ഒബ്വിയസ്ലി വലിയ കാര്യമാണ്, നമുക്ക് സർവൈവലിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിനോടൊരു അന്ധമായിട്ടുള്ളൊരു അടിമത്ത മനോഭാവം കാണിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടില്ല. നമ്മുടെ പഴമകൾക്കും നമ്മുടെ ഐഡന്റിറ്റിക്കും നമ്മുടെ മാതൃഭാഷയ്ക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒറിജിനൽ പേരുകൾ, നമ്മുടെ ഭാഷയിൽ തന്നെയുള്ള പേരുകൾക്കായിരിക്കണം കൂടുതൽ പ്രാമുഖ്യം ലഭിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.